ഭാഗ്യവാരം. ശർമ്മജി, പത്തനംതിട്ടയിൽ നിന്നും സജീവനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സജീവൻ എന്താ അറിയണ്ടേ? സജീവൻ സ്ഥിരമായിട്ട് നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ട്, വളരെ താല്പര്യത്തോടു കൂടി കാണാറുണ്ട് പ്രോഗ്രാം. സജീവൻ മകന് വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. മകൻ ഇപ്പോ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോ പൊതുവെ നല്ല പഠിക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു എന്ന്, പക്ഷെ ഇപ്പം പഠിത്തത്തിൽ വളരെ താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ പറ്റുമോ, പിന്നെ മുന്നോട്ടുള്ള ഭാവിയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നൊക്കെയാണ് സജീവൻ ചോദിച്ചിരിക്കുന്നത്. അതായത് മേടരാശിപ്പെട്ട ഭരണി നക്ഷത്രമാണ്. ഭരണിപൂരം പൂരാടം ശുക്രദശയിലാണ് ജനിക്കുന്നത്. ദശാകാലമൊക്കെ നല്ലതാണ്, നല്ല നിലയിലേക്ക് പഠിത്തം കൊണ്ടുപോകുന്നു കാണുന്നുണ്ട്. അതായത് പഠിത്തവും ഉപരിപഠനവുമൊക്കെ നടക്കുന്ന ഗ്രഹനിലയാണ്. ഒക്കെ ആണെങ്കിലും ആ മേടരാശിയുടെ ഏഴരശനിക്കാലത്തിൻ്റെ ഫലമാണ് ഇപ്പം വന്നിരിക്കുന്ന മാന്ദ്യം, പഠനമാന്ദ്യം. അപ്പം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം വരുന്ന മേടരാശിക്കാർക്ക് പ്രത്യേകിച്ച് ജാതക നിലയിൽ ശനി വിപരീതമായിട്ട് നിൽക്കുന്നവർക്കും ഏഴരശനി, കണ്ടകശനി, ജന്മശനി ഇങ്ങനെ വരുമ്പോൾ അവ കൂടുതലായിട്ട് ദോഷം ബാധിക്കും. ജാതക നിലയിൽ ശനി പവർഫുള്ളായി നിൽക്കുന്നവർക്ക് ഈ ഏഴരശനി, കണ്ടകശനി, ജന്മശനിയൊന്നും കാര്യമായി ബാധിക്കുന്നതല്ല. അതായത് തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല. ഇത് വഴിയേ പോയ ഏഴരശനി കയറിപ്പിടിക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ സമയദോഷം. അപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നത് ബൈഹാട്ടാവില്ല. ഏഴരശനിക്കാലം കുറച്ചൊക്കെ ബൈഹാട്ടാവും, കുറച്ചൊക്കെ നഷ്ടപ്പെട്ടു പോകും. കോൺസെൻട്രേഷൻ കുറയും, മെഡിറ്റേഷൻ കുറയും, മെമ്മറി പവർ കുറയും, ധാരണാശക്തിയും മേധാശക്തിയും കുറയും. പഠിച്ചുകൊണ്ട് പോകുന്നത് പരീക്ഷാ പേപ്പറുകളിലും നോട്ട്ബുക്കിലും വരില്ല. ആലസ്യം, ക്ഷീണം, മടി, മന്ദത, ഉറക്ക കൂടുതൽ, പിന്നെ ചിലർ ലഹരികളിലേക്ക് വഴുതിപ്പോകും. കാരണം ഒരു തവണ രുചിച്ചാൽ പെട്ടെന്ന് അതിലേക്കുള്ള ആസക്തി കൂടുന്നതാണ് ഈ ഏഴരശനിക്കാലം. അതുകൊണ്ട് ഒരു തവണ പോലും മയക്കുമരുന്നുകളോ മറ്റുള്ള ലഹരികളിലേക്കോ ശ്രദ്ധ തിരിയാതിരിക്കാൻ ഈ രാശിക്കാർ പ്രത്യേകിച്ച് ഈ ശനി ദോഷകരമായിട്ട് ശനിയും രാഹു നിൽക്കുന്നവർ കൂടുതൽ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ക്രൂരമായ വിനോദങ്ങൾ, സാഹസിക കർമ്മങ്ങൾ ഇങ്ങനെയുള്ളതിൽ നിന്ന് ഒഴിവാകണം. അപകടം പതിയിരിക്കും. ഒടിവ്, ചതവ്, മുറിവ്, പൊള്ളൽ, പകർച്ചവ്യാധികൾ ഇങ്ങനെയുള്ളതൊക്കെ വഴിയേ പോയതുപോലും ചാടിപ്പിടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആലസ്യം, മടി, മന്ദത ഇപ്രകാരവും ഇതൊക്കെ വരും. അപ്പോൾ പഠിത്തത്തിലെ മാന്ദ്യതയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ മാന്ദ്യത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗം ശുക്രനെ പത്മമിട്ട് ജലഗന്ധ പുഷ്പധൂപദയങ്ങളാൽ സാങ്കല്പികപരമായി ആവാഹിച്ച് അടിസ്ഥാനപരമായി ഇനിയും 10-15 വർഷം കൂടെ പഠിത്തം വേണ്ടതാണ്. പഠിത്തം, ഉപരിപഠനം, പ്രത്യേക ഡിഗ്രി, അതിൻ്റേതായ കാര്യങ്ങൾ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ആ ദശാകാലം ഫുൾ പവറിൽ നിൽക്കണം. യജുർവേദം കൊണ്ട് ഈ ശുക്രനെ സന്തോഷിപ്പിക്കുന്നത് നന്നായിരിക്കും. വിശിഷ്ടങ്ങളായ ഹോമവിധികൾ, പൂജാവിധികൾ എന്നിവ ഈ പേരും നക്ഷത്രവും ചേർത്ത് ചെയ്താൽ ആ ഏഴരശനിയുടെയും ജാതകത്തിലെ ശനിദോഷത്തിൻ്റെയും രാഹുദോഷത്തിൻ്റെയും ശക്തിദോഷ കാഠിന്യങ്ങൾ മാറി പഠിത്തത്തിൽ ഉത്സാഹം, ഉണർവ്, ഉന്മേഷം, പഠിക്കുന്നത് ബൈഹാട്ടാവും, കോൺസെൻട്രേഷൻ മുതലായതും പഠിത്തത്തിൽ സാമർഥ്യവും ലഭിക്കുന്നതാണ്. അത് സർവ്വസാധാരണമായി ശ്രീകോവിലുകളിൽ മാത്രം കേട്ടുകൊണ്ടിരുന്നത് ഇന്ന് ജനകീയമായ ഒരു കാലഘട്ടമായതുകൊണ്ട് അവനവൻ്റെ മൊബൈലുകളിൽ ഇത് കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ട്. ഗുരു ഉപദേശത്തോടെ സംസ്കൃതം അഭ്യസിച്ചും മന്ത്രദീക്ഷയെടുത്തും ഒക്കെ വേണം ആ മന്ത്രങ്ങൾ ചൊല്ലുവാനും പഠിക്കുവാനും കാര്യങ്ങളും. ദുരുപയോഗം ചെയ്യാൻ പാടുള്ളതല്ല, അനുകരണം പാടില്ല.
കൂടുതൽ പ്രാക്ടീസ് ഉള്ളവരെ ഏൽപ്പിക്കുക. ഇപ്പോൾ ഇത് ഈ സമയം ഈ വേദിയിൽ ചൊല്ലുന്നതാണ്. ഈഷേത്തോർജേത്വാ വയപസ്തോപയവസ്ത ദേവോപസവിതാ പ്രാപ്യയതു ശ്രേഷ്ഠതമായ കർമ്മണേ. ഇഷേത്തോർജേത്വാ വയപസ്തോ വയവസ്ത ദേവോപസവിതാ പ്രാപ്യയതു ശ്രേഷ്ഠതമായ കർമ്മണേ. ആപ്യായധ്വം അഗ്ന്യാദേവഭാഗം ഊർജസ്വതി പയസ്വതി പ്രജാപതീർണമേവ അശ്മാ. മാനസ്തേന ഈശതമാകശംസ രുദ്രസ്യ ഹേതി പരിഭോവണക്തു ത്വം അസ്മിൻ ഗോപദസ്യാദ ബഹ്വേ യജമാനസ്യ പശൂൻ പാഹി. ഇപ്രകാരം ഉള്ള യജുർവേദങ്ങൾ കൊണ്ട് 108 രൂപ വീതം പൂജാതി കർമ്മങ്ങളോ ഹോമവിധികളോ വിശിഷ്ടമായ വസ്തുക്കളെ കൊണ്ട് ഹോമവിധികൾ ചെയ്ത് സരസ്വതി യന്ത്രം ധരിക്കുകയും അതുപോലെ തന്നെ ഡയമണ്ട് ഒരു 50 സെൻറ്റെങ്കിലും വാങ്ങി സ്ഥിരമായി ധരിക്കുകയും ചെയ്തു വന്നാൽ ഈ വിദ്യാഭ്യാസ കാലഘട്ടം ഈ ക്ഷീണങ്ങളും ആലസ്യ മടി മന്ദത ഇവയെല്ലാം മാറി ഏറെക്കുറെ ഇപ്പം A+ ഒക്കെ വേണം അല്ലേ, A+ലേക്ക് കിടക്കാം. അതിനോടൊപ്പം സാരസ്വതഘൃതം എന്ന ഔഷധം, സരസ്വതീഘൃതം എന്നാണ് പേര്, അത് ഈ യജുർവേദം ചൊല്ലി അല്ലെങ്കിൽ സരസ്വതീ മന്ത്രങ്ങൾ ചൊല്ലി ഓരോ ടീസ്പൂൺ വീതം പ്രഭാതത്തിൽ അതും കഴിക്കുന്നതും വളരെ നല്ലതാണ്. അത് മറ്റെന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ചുമയോ പനിയോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അത് ഉപയോഗിക്കേണ്ട. സാരസ്വത ചൂർണം, സാരസ്വത ഘൃതം മുതലായിട്ടുള്ള ഘൃതങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ ബുദ്ധിശക്തി, ധാരണാശക്തി, മേധാശക്തി, പ്രത്യുൽപ്പന്നമത്വം, ബ്രഹ്മി ഒക്കെ ചേരുന്ന ഔഷധങ്ങളാണ്. അത് കഴിക്കുകയും അതുപോലെ തന്നെ ദശാനാഥന് ഡയമണ്ട് ധരിക്കുകയും ഈ പറഞ്ഞ പ്രതിവിധികളുമൊക്കെ ചെയ്താൽ പഠിത്തത്തിൽ വളരെ മിടുക്കനായിത്തീരുന്നതും ഭാവിയിൽ ആ പഠിത്തം കൊണ്ട് പ്രയോജനമുണ്ടാവുന്നതും എന്നും ആ പഠന മേഖലകളിലെ കാര്യങ്ങൾ ഓർത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഇപ്രകാരമൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. നന്ദി, നമസ്കാരം. ഭാഗ്യവാരോ